ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞാൻ ഇങ്ങനെ ഇരുന്നപ്പോൾ ഒരു വീഡിയോ എടുക്കാമെന്ന് കരുതി. എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ ഡൂഡുവിന് ഈ മാസം 25 ആകുമ്പോൾ, മെയ് 25 ആകുമ്പോൾ അവൾക്ക് 1 വയസ്സ് പൂർത്തിയാവാട്ടോ. അത് പറയുമ്പോൾ എന്താണെന്നറിയില്ല, കണ്ണ് നിറയുന്നു എനിക്ക്. എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് അതെന്ന് പറയാൻ കുറേ കഥകളുണ്ട്. ഫസ്റ്റ് മുതൽ പറയണം. എങ്ങനെയാണെന്ന് വെച്ചാൽ കല്യാണം കഴിഞ്ഞ് 5 വർഷം ആകുമ്പോഴാണ് ഡൂഡ് നമുക്ക് ഉണ്ടാകുന്നത്. അതും ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഡെലിവറിയാണ്. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ 2023 ഞാൻ പ്രഗ്നൻ്റായി. ഒരു 2 മാസമായപ്പോഴേക്കും ആ കുഞ്ഞിനെ നമുക്ക് കിട്ടിയില്ല, അത് അബോർട്ടായിപ്പോയി. അതിനുശേഷമാണ് 2024 ഞാൻ രണ്ടാമതും പ്രഗ്നൻ്റ് ആവുന്നത്. എനിക്ക് ഡ്യൂ ഡേറ്റ് പറഞ്ഞിരുന്നത് 2024 ഓഗസ്റ്റിലാണ്. ഓഗസ്റ്റ് 12 ആ ഒരു സമയത്തൊക്കെയാണ് എനിക്ക് ഡേറ്റ് പറഞ്ഞത്. അങ്ങനെയൊക്കെയായിരുന്നു കാര്യങ്ങൾ. ഒരു 3 മാസം വരെ നല്ല വോമിറ്റിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എനിക്ക്. അതിനൊക്കെ മുമ്പ് എനിക്ക് PCOD ഉണ്ടായിരുന്നു. PCODൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുത്തതിന് ശേഷമാണ് എനിക്ക് ആദ്യം ഞാൻ പ്രഗ്നൻ്റ് ആയത്. അതിനുശേഷവും പിന്നെ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് പിന്നെയും ട്രീറ്റ്മെൻറ്റ് തുടങ്ങി. എനിക്ക് പീരീഡ്സൊക്കെ കറക്റ്റായിരുന്നില്ല. അതായിരുന്നു എൻ്റെ PCOD എനിക്കുണ്ടായിരുന്ന PCODയിൽ ഉണ്ടായിരുന്നത്. പീരീഡ്സ് കറക്റ്റായിരുന്നില്ല. അങ്ങനെ അതെല്ലാം കറക്റ്റാക്കി എനിക്ക് അങ്ങനെ ഞാൻ പ്രഗ്നൻ്റായി. പിന്നെ എനിക്ക് ഇഞ്ചക്ഷനൊക്കെ ഉണ്ടായിരുന്നു. അതിനെല്ലാം ശേഷം ഒരു 7 മാസമായപ്പം, എറണാകുളത്താണ് ഹസ്ബൻഡിൻ്റെ വീട്, 7 മാസമായപ്പം അവിടുന്ന് വയനാട്ടിലേക്ക് വന്നു. കൂട്ടിക്കൊണ്ട് വരുമല്ലോ 7 മാസത്തിൽ 7 മാസത്തിൽ കൂട്ടിക്കൊണ്ട് വന്നു. അവിടുന്ന് ഞങ്ങൾ കോഴിക്കോട് വരെ ട്രെയിനിനാണ് വന്നത്. അതിനുശേഷം പിന്നെ കാർ ഇവിടുന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ചേട്ടൻ കോഴിക്കോട് വന്നു. അങ്ങനെ ഞങ്ങൾ വയനാട്ടിലേക്ക് വന്നു. കോഴിക്കോട് നിന്ന് കാറിനാണ് വന്നത്. അങ്ങനെ അതിനെല്ലാം ശേഷം വന്നു. 2ാമത്തെ ദിവസം ഞങ്ങൾ ഇവിടെ മാനന്തവാടി സെൻറ്റ് ജോസഫ് ഹോസ്പിറ്റലിൽ പോയിട്ട് ഡോക്ടറെ കണ്ടു. അവിടുന്ന് പിന്നെ സ്കാനൊന്നും ചെയ്തില്ല. നമ്മുടെ റിപ്പോർട്ടെല്ലാം കാണിച്ചപ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ല. അവർ ടാബ്ലറ്റ് തന്നു. പിന്നെ ഒരാഴ്ച കഴിയുമ്പോൾ ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ ഇരിക്കുകയായിരുന്നു. പോയി കണ്ടു. ഞാനും മമ്മിയും കൂടെയാണ് പോയത്. തിരിച്ചു വന്നു. പിന്നെ പിറ്റേ ദിവസം എനിക്ക് 3 മാസം വരെ നല്ല വോമിറ്റിംഗ് ഉണ്ടായിരുന്നു. ഭയങ്കര ക്ഷീണമൊക്കെ ആയിരുന്നു. അതിനുശേഷം പിന്നെ വേറെ കുഴപ്പമൊന്നും ഉണ്ടായില്ല. എനിക്ക് എന്ത് കഴിച്ചാലും ഛർദിയൊക്കെ ആയിരുന്നു. അതിനുശേഷം പിന്നെ വേറെ കുഴപ്പമൊന്നും ഉണ്ടായില്ല. പിന്നീട് ഇവിടെ വന്നതിന് ശേഷം ഒരു വട്ടം ഛർദിച്ചു. ആ ഛർദിലാണ് എല്ലാം ഉണ്ടായത്. എന്താണെന്ന് വെച്ചാൽ ആ ഛർദിൽ എനിക്ക് ഭയങ്കരമായിട്ട് സ്ട്രെയിൻ ചെയ്യേണ്ടി ആ വോമിറ്റിങ്ങിൽ. ഭയങ്കരമായിട്ട് സ്ട്രെയിൻ ചെയ്ത് ഛർദിച്ചപ്പം ഇതുപോലെ വെള്ളം പോയി എന്ന് പറയില്ലേ, ബ്ലാഡർ പൊട്ടി. അന്നേരമൊന്നും എനിക്ക് അറിയാൻ പാടില്ലായിരുന്നു ഇതെങ്ങനെയാണെന്നൊക്കെ. എൻ്റെ ഈ പാൻറ്റീസൊക്കെ ഇങ്ങനെ ഒരു നനയുന്നുണ്ടായിരുന്നു. നമുക്കതൊന്നും അറിയില്ലല്ലോ എന്താ സംഭവം എന്നൊന്നും. അപ്പം ഞാൻ എൻ്റെ ചേച്ചീനോട് ചോദിച്ചു. ചേച്ചി നേഴ്സാണ്. അപ്പോൾ അവളോട് ചോദിച്ചു, എടി ഇതുപോലെ ഡിസ്ചാർജ് വരുമോ എന്നൊക്കെ ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു അവളും വിചാരിച്ചു നോർമലായിട്ടുള്ള ഡിസ്ചാർജ് ആയിരിക്കും എന്നുള്ളത്. അതിനുശേഷം ഇതുപോലെ 2024 മെയ് 25 മമ്മിയുടെ ബർത്ത്ഡേ ആണ്, എൻ്റെ മമ്മിയുടെ. അപ്പം മമ്മിയുടെ ബർത്ത്ഡേക്ക് അനീത്തിയുണ്ട്, പപ്പയുണ്ട്, ഞാനുണ്ട്. അപ്പം ഞങ്ങൾ സർപ്രൈസായിട്ടൊരു കേക്കൊക്കെ മേടിച്ച് കട്ട് ചെയ്തു. അതിന് കട്ട് ചെയ്തെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പം എനിക്ക് അടിവയറിൻ്റെ താഴെയായിട്ട് ഇങ്ങനെ വേദന, ഒരു കുത്തിപ്പറിക്കുന്ന പോലെ. എനിക്ക് യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു. അപ്പം വിചാരിച്ചു അതായിരിക്കും എന്ന് വിചാരിച്ചു ആദ്യം. അതിൻ്റെ വേദനയായിരിക്കും വിചാരിച്ചു. പിന്നെ ഇങ്ങനെ വേദന ഇടയ്ക്കിടയ്ക്ക് വന്നും പോയും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്.
അവളോടെ കിടന്ന് കളിയാണ്. അതിൻ്റെ കാണിച്ചു കേട്ടത് കളയാൻ അവളെ. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ വേദന വന്നും പോയിരിക്കുന്നു. അതിനെല്ലാം ശേഷം എന്താണ്, നടുവേദന, ബാക്ക് പെയിനും വന്നു. അപ്പം ഞാൻ മമ്മീനോട് ഇങ്ങനെ പറഞ്ഞു, മമ്മി ചെറുതായിട്ട് എനിക്കിവിടെ വേദനയുണ്ട്, നടുവ് വേദന എടുക്കും. മമ്മി ചോദിച്ചു നടുവേദന നന്നായിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഇടയ്ക്കിടയ്ക്ക് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ മമ്മി പറഞ്ഞു എന്നാൽ നമുക്ക് പോവാം, ഹോസ്പിറ്റലിൽ പോയി കാണിക്കാം. അത് സമയം ഒരു 8 മണിയൊക്കെ ആവാൻ, 7:30 8 മണിക്കുള്ളിലാണ്. മമ്മി പറഞ്ഞു എന്നാൽ നമുക്ക് ഹോസ്പിറ്റലിൽ പോയി കാണിക്കാം, ഉപ്പാപ്പനെ വിളിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ അവരെ വിളിച്ചു പറഞ്ഞു. അന്ന് ഉപ്പാപ്പൻ്റെയും ബർത്ത്ഡേ ആണ് കേട്ടോ, മെയ് 25-ന്. ഉപ്പാപ്പൻ എന്ന് പറയുന്നത് പപ്പയുടെ അനിയൻ. അങ്ങനെ അപ്പോൾ ഉപ്പാപ്പൻ കാറും കൊണ്ടുവന്ന്, ആൻറ്റിയും വന്നു. അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, സെൻറ്റ് ജോസഫിലാണ് കൊണ്ടുപോയത്. അവിടെ കൊണ്ടുപോയി കഴിഞ്ഞ് അവർ ട്രിപ്പ് ഇടാമെന്ന് പറഞ്ഞു. ട്രിപ്പ് ഇട്ടില്ല എന്ന് വെച്ചാൽ എനിക്ക് പാരസെറ്റാമോൾ ട്രിപ്പ് അവരിട്ടത്. അപ്പോൾ എനിക്കത് അലർജിയാണ് പാരസെറ്റാമോൾ, അപ്പോൾ അത് ട്രിപ്പ് ഇട്ടില്ല. പിന്നെ യൂറിൻ കൊടുത്തു, യൂറിനറി ഇൻഫെക്ഷൻ്റെ ആണെന്ന് ഓർത്തിട്ട്. അവർ പറഞ്ഞു ഡെലിവറീൻ്റെ അല്ലെന്നാണ് അവിടെ ചെന്നപ്പം അവിടെ ഉണ്ടായിരുന്ന ഡോക്ടേഴ്സ് എല്ലാം നേഴ്സുമാർ പറഞ്ഞത്. ഡോക്ടർ ആ സമയത്ത് എനിക്ക് ആ സമയത്ത് ഒന്നും ഓർമ്മയില്ല, എല്ലാം ബ്ലാങ്ക് ആയിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വേദന വന്നും പോയി, അങ്ങനെ പെയിൻ വരുന്നുണ്ടായിരുന്നു എനിക്ക്. ആൾ ഒന്ന് മാനേജ് ചെയ്തതാണ്. അങ്ങനെ വേദന ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ടായിരുന്നു. പിന്നെ ആ വേദന എന്നൊന്ന് കൂടാൻ തുടങ്ങി. അടിയിലുള്ള ആ വേദന ഇടയ്ക്ക് വരും, ഇടയ്ക്ക് നിൽക്കുന്നുള്ളത് കുറച്ചിങ്ങനെ കൂടുതലായിട്ട് ആ വേദന വന്നു തുടങ്ങി. അപ്പം അവർ യൂറിൻ എടുത്തു, അതിൻ്റെ ടെസ്റ്റിന് കൊടുത്തു. അവരങ്ങനെ മരുന്നൊക്കെ, ഒരു ഇഞ്ചക്ഷൻ എടുത്തു. പിന്നെ എനിക്ക് യൂറിൻ പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ടെൻഡൻസി ഉണ്ടായി. അപ്പം യൂറിൻ പാസ് ചെയ്യാൻ വേണ്ടി പോയി ഇങ്ങനെ ഇരിക്കാൻ നോക്കും നമ്മളല്ല, ഞാൻ ഇന്നറിൽ നോക്കിയപ്പോൾ അതിനകത്ത് ഇങ്ങനെ ബ്ലഡ് കണ്ടു. 7-ാം മാസത്തിലാന്ന് ഓർക്കണം. ആദ്യത്തെ നമ്മുടെ എന്താ പറയുക, ഞാൻ പറയാം. ബ്ലഡ് കണ്ടപ്പോൾ ഞാൻ മമ്മി അന്നേരത്തെ എന്തോ റിപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി പോയേക്കുമായിരുന്നു, ബില്ലടയ്ക്കാനോ അങ്ങനെ എന്തോ. അപ്പോൾ ആൻറ്റിയാണ് എൻ്റെ കൂടെ വന്നത്, ആൻറ്റി. അപ്പോൾ ആൻറ്റീനോട് ഞാൻ പറഞ്ഞു, ആൻറ്റി ഇന്നലെ ഇങ്ങനെ ബ്ലഡ് പോലെ ഉണ്ട്. അപ്പോൾ ആൻറ്റി നോക്കിയപ്പോൾ ഉണ്ട്. അങ്ങനെ വേഗം ചെന്ന് അവിടെ ബെഡിലിരുന്ന് നേഴ്സുമാരോട് പറഞ്ഞു. അവരിട്ട് വേഗം നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ആ ഡോക്ടറെ ഇൻഫോം ചെയ്തു. അപ്പോൾ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടർ ഉണ്ടായിരുന്നു. അങ്ങനെ ആ ഡോക്ടർ വന്ന് അവർ നോക്കുമ്പോൾ ഉണ്ട്, ഇത് ലേബർ പെയിനാണെന്ന് പറഞ്ഞു. എന്നോട് പറഞ്ഞില്ല, അവർ വന്ന് പരിശോധിച്ചു, ഉള്ളു പരിശോധിച്ച് ഇങ്ങനെ നോക്കിയപ്പോൾ അവരിങ്ങനെ മമ്മീനോടൊക്കെ പറഞ്ഞു ഇത് ലേബർ പെയിനാണ്, എത്രയും വേഗം ലെവൽ 1 ഷിഫ്റ്റ് ചെയ്യണം എന്നുള്ളത് പറഞ്ഞു. ബേബി ഇറങ്ങി വരുന്നുണ്ട്, വെള്ളം പോയതാന്നുള്ളത് പറഞ്ഞു അവർ. അതിൻ്റെ ആയിരുന്നു ഈ വേദന. എനിക്ക് പിന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, ഞാൻ ഭയങ്കര കരച്ചിലായി. എന്ന് വെച്ചാൽ നമുക്ക് ആദ്യത്തെ നമ്മുടെ അങ്ങനെ പോയി, പിന്നീട് ജോ ഇവിടെ നാട്ടിലല്ലല്ലോ, എറണാകുളത്താണ്. അപ്പോൾ എന്ത് പറയും, പിന്നെയും നമുക്ക് അങ്ങനെ ലോസ് ഉണ്ടാവുമോ, അങ്ങനെയൊക്കെയുള്ള ഓരോ വിഷമങ്ങൾ, അങ്ങനെയൊക്കെയുള്ള ചിന്ത എൻ്റെ മനസ്സിലേക്ക് ആദ്യം വന്നു. പിന്നീട് ഡോക്ടർ വന്നു. വേഗം ഡ്രസ്സ് ചേഞ്ച് ചെയ്തില്ല, ഓർണമെൻറ്റ്സ് ഒന്നും ഊരിയില്ല. അങ്ങനെ തന്നെ ആ ഇട്ട ഡ്രസ്സിലാണ് ഞാൻ ഡൂഡുവിൻ്റെ പ്രസവിക്കുന്നത്. അതും നോർമൽ ഡെലിവറി ആയിരുന്നു, ദൈവം സഹായിച്ച്. സിസേറിയനും കൂടെ ചെയ്യേണ്ടി വന്ന ആ ഒരു സമയത്തൊക്കെ നമ്മൾ എന്ത് ചെയ്യും നമുക്കറിയില്ലല്ലോ. എനിക്കാണെങ്കിൽ ഇതിനെക്കുറിച്ചൊന്നും ഒരു ധാരണയേ ഇല്ല. പുറത്താണെങ്കിലും മമ്മിയും ആൻറ്റിയും എല്ലാവരും വന്നു ആ സമയത്ത്. മമ്മിയാണെങ്കിൽ ഭയങ്കര കരച്ചിലായിരുന്നു, മമ്മി പറഞ്ഞു കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ എന്നോട് പറയുന്നത്. അങ്ങനെ ആ ഹോസ്പിറ്റലിൽ, ഈ സെൻറ്റ് ജോസഫിൽ നമ്മുടെ കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ വേഗം NICU നമുക്ക് കിട്ടണമല്ലോ. അങ്ങനത്തെ ഉള്ള സൗകര്യങ്ങളില്ല, NICU ഫെസിലിറ്റി ഒന്നും ഇല്ല. ആകെ നമ്മുടെ വയനാട്ടിൽ എനിക്ക് തോന്നുന്നു മേപ്പാട് വിംസിൽ മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു, ഹോസ്റ്റൽ വിംസിൽ. അങ്ങനെ അവർ മമ്മീനോടൊക്കെ പറഞ്ഞായിരുന്നു നേരത്തെ, ഇത് ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആണ്, കൊച്ചിനെ അമ്മേനെയും എന്തായാലും അങ്ങോട്ട് എന്തായാലും ഷിഫ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ഈ ഒരു കണ്ടീഷനിൽ. ഒന്നെങ്കിൽ നമുക്ക് ഡെലിവറി കഴിഞ്ഞിട്ട് നോക്കാമെന്നുള്ളത് പറഞ്ഞു, അല്ലാണ്ട് അവർ വിടത്തില്ല എന്ന് പറഞ്ഞു. അത്രയും കോംപ്ലിക്കേറ്റഡ് ആണ് എന്ന് പറഞ്ഞു. അങ്ങനെ ഡെലിവറി നടന്നു. ഞാനൊരു എന്നുള്ളൊരു കരച്ചിൽ മാത്രമേ ഞാൻ കേട്ടുള്ളൂ, ഇവളെ കണ്ടില്ല.
അങ്ങനെ അവരാ ഇവളുണ്ടായി ഡെലിവറി കഴിഞ്ഞപ്പോഴേക്ക് ഇവള് വേഗം അവിടെ പീഡിയാട്രിക് ഇതുണ്ടല്ലോ ആ ഡോക്ടർ വന്നു. അങ്ങനെ ഇവളെല്ലാം എന്തോ ഓക്സിജനും അങ്ങനത്തെയൊക്കെ കൊടുത്ത് നേരെ ഒരു 10:45 രാത്രി 10:45 ആയപ്പോൾ ഡെലിവറി കഴിഞ്ഞു. അതിനുശേഷം ഒരു 12 മണിയൊക്കെ കഴിഞ്ഞു എന്നാണ് പറഞ്ഞത്. മമ്മിയൊക്കെ ഇവളെ ഹോസ്റ്റലിലേക്ക് കൊണ്ടുപോയി ആംബുലൻസിൽ. മമ്മിയും എല്ലാവരും കൂടിയാണ് പോയത്. സമയമൊക്കെ എന്ന് പറഞ്ഞാൽ ഞാനതൊന്നും കാണുന്നില്ലല്ലോ. കാണാത്തത് കൊണ്ട് എന്ന് വെച്ചാലും എനിക്ക് ആ സമയത്ത് ഇതിൻ്റെ വേദന, സ്റ്റിച്ചിൻ്റെ വേദനയുണ്ട്. പിന്നെ എനിക്കങ്ങനെ പൊങ്ങി കിടന്നതിൻ്റെയാന്ന് തോന്നുന്നു പുറവും നല്ല വേദന ഉണ്ടായിരുന്നു. എനിക്ക് ആ സമയത്ത് കിടന്നുറങ്ങാനോ ഒന്നിനും പറ്റുന്നില്ല. ഞാൻ മാത്രം ആ റൂമിൽ. അങ്ങനെ അനിയത്തിയും ആൻറ്റിയൊക്കെ പുറത്തുണ്ട്. മമ്മിയും പപ്പേൻ്റെ പെങ്ങളെ കൊണ്ടുവരായിരുന്നു. അവരൊക്കെ അങ്ങോട്ടേക്ക് ഹോസ്പിറ്റലിലേക്ക് പോയി, വിംസിലേക്ക് മേപ്പാട്. അവിടെ പപ്പയുടെ ചേട്ടൻ്റെ മോളവിടെ പഠിപ്പിക്കുന്നുണ്ട് ഡോക്ടർ. അപ്പോൾ ചേച്ചി നേഴ്സിംഗ് കോളേജിൽ. അപ്പോൾ ചേച്ചീനെയും വിളിച്ച് പറഞ്ഞു. അപ്പോൾ ചേച്ചി തന്നെ പെട്ടെന്ന് അവിടെ നിന്ന് എല്ലാവരെയും വിളിച്ച് പറഞ്ഞു എല്ലാം ഓക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളല്ല അവർ അങ്ങോട്ട് പോയി കഴിഞ്ഞ് കുഞ്ഞിനെ അവിടെ NICU-ലാക്കി. ഇവിടുത്തെ ഡോക്ടർമാർ അത്രയും നല്ല കെയർ ചെയ്തിട്ടാട്ടോ അങ്ങോട്ട് എത്തിച്ചു തന്നെ. അവരോടൊക്കെ ഒരുപാട് നന്ദിയുണ്ട് നമുക്ക്. പിന്നെ അവിടെ ചെന്ന് അവർ മമ്മീനോടൊക്കെ പറഞ്ഞു നമ്മൾ പരമാവധി ഇവിടെ എത്തിക്കാനുള്ളത് നമ്മൾ നോക്കിയിട്ടുണ്ട്, ഇനി ബാക്കിയെല്ലാം അവർ നോക്കിക്കോളും എന്ന് പറഞ്ഞു. അതിനുശേഷം പിന്നെ ഇവിടെ NICU കയറ്റി. പിന്നെ മമ്മി ഒരു വട്ടം മമ്മി പറഞ്ഞതുകൊണ്ട് മമ്മീനെ സൈനൊക്കെ ചെയ്തിട്ട്, അവരങ്ങനെ കയറ്റൂലല്ലോ ഇൻഫെക്ഷനൊക്കെ ആവുന്നതുകൊണ്ട്. അങ്ങനെ മമ്മി സൈൻ ചെയ്ത് അവിടുത്തെ സജ്ജീകരണങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ചെയ്ത് മമ്മി കയറി കണ്ടു. അവിടെ കയറി കണ്ടപ്പോഴും മമ്മി ഭയങ്കര കരച്ചിലായിരുന്നു. മമ്മി പറഞ്ഞായിരുന്നു. അങ്ങനെ ഞാനിതൊന്നും അറിയുന്നില്ല. എന്നിട്ട് അവിടുന്ന് ജോനെ വിളിച്ച് പറഞ്ഞു. ഇവരിവിടുന്ന് വിളിച്ച് പറഞ്ഞിട്ട് ജോൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഞാൻ മരിച്ചു പോയില്ലെന്നുള്ളൂ എന്നുള്ള അവസ്ഥയിലാണ് എന്നോട് പറയുന്നത്. ഇതൊക്കെ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം എന്നോട് പറയുന്നത് ഇല്ലാണ്ടായിപ്പോയ അവസ്ഥയായിരുന്നു. എങ്ങനെയാണ് ഇവിടെ വയനാട് വരെ എത്തണ്ടേ, പിറ്റേ ദിവസമാണ് അവിടെ നിന്ന് കയറുന്നത്. ഇവിടം വരെ എത്തിയത് ഒന്ന് പറക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്നുള്ള ചിന്ത പോലും ആയിട്ടുണ്ടാവും മിക്കവാറും. അങ്ങനെ ജോ എത്തി. ഞാൻ മൂന്നാമത്തെ 4ാമത്തെ ദിവസം കണ്ടാണ് ഹോസ്പിറ്റൽ വിംസിലേക്ക് പോകുന്നത് കൽപ്പറ്റ. ജോ പിറ്റേന്നെത്തി. ജോയും പോയി കണ്ടു ഇവളെ. അന്നേരം മറ്റേ CPAP ഇതൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ചെന്ന് കാണുമ്പം അതൊന്നുമില്ല, അതെല്ലാം മാറ്റിയായിരുന്നു. വേറെ സ്വന്തമായിട്ട് അവൾ ബ്രീത്ത് ചെയ്യാനുള്ളത് എടുക്കുന്നുണ്ടായിരുന്നു എന്നുള്ളത് പറഞ്ഞവർ. വെയിറ്റ്, ഇവളുടെ ബർത്ത് വെയിറ്റ് എന്ന് പറയണത് 1,309 ബർത്ത് വെയിറ്റ്. പിന്നെ അത് കുറഞ്ഞ 1 ആവുമല്ലോ, 1 ആവും. അതിന് ശേഷം ഒരു 28 ആഴ്ചയിലാണല്ലോ ഇവൾ ഉണ്ടായത്. അപ്പം 34 വീക്ക് ആവാണ്ട് അവരവിടെ നിന്ന് NICU-ന്ന് ബേബിനെ ഇറക്കത്തില്ല, നമ്മുടെ കയ്യിലേക്ക് തരത്തില്ല. അപ്പം അത്രയും ദിവസം നമ്മളവിടെ നിൽക്കണം. അങ്ങനെയൊക്കെ കൂടെയാണ് ഞങ്ങൾ കടന്നു പോയത്. ആ ഒരു മാസങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റാത്ത ദിവസങ്ങളും മാസങ്ങളും ഒക്കെയാണ് കഴിഞ്ഞൊരു 24 നമുക്ക് സമ്മാനിച്ചത്. ഒരുപാട് വിഷമങ്ങളിലൂടെ കടന്നു പോയിരുന്നെങ്കിൽ പോലും ഇപ്പം നമ്മൾ